ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2026 ഏപ്രിൽ മാസം ഇന്ന് തുടങ്ങുകയാണ്. ഈ മാസത്തിലെ ആദ്യ മലയാള സിനിമയുടെ റിലീസിംഗ് നാളെ ഏപ്രിൽ 2-നാണ്. നേരത്തെ മോഹൻലാലിൻ്റെ ദൃശ്യം 3 ഉൾപ്പെടെ റിലീസിംഗ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. നാളെ പ്രധാനമായും തിയേറ്ററിലെത്തുന്ന മലയാള സിനിമ വാഴ 2 ആണ്. 2024 ഓഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത വാഴ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തുന്ന വാഴ 2 സവിൻ എസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സംവിധായകനായ വിപിൻ ദാസ് തിരക്കഥ തയ്യാറാക്കുന്ന ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വിപിൻ ദാസ്, PB അനീഷ്, ഹാരിസ് ദേശം, കനിഷ്ക ഗോപി ഷെട്ടി, സഹു ഗാരാപതി, ആദർശ് നാരായൺ എന്നിങ്ങനെ 6 പേർ ചേർന്നാണ്. അമീൻ, ഹാഷിർ, വിജയ് ബാബു, അൽഫോൺസ് പുത്രൻ, സുധീഷ്, അലൻ ബിൻ സിറാജ്, നിബ്രാസ് നൌഷാദ്, ഷഹുബാസ്, അജിൻ ജോയി, ദേവരാജ് TR, സബീർ, അമിത് മോഹൻ രാജേശ്വരി, നിഹാൽ നിസാം എന്നിങ്ങനെ പുതുമുഖങ്ങളും അല്ലാത്തതുമായ വമ്പൻ താരതര അണിനിരന്നിട്ടുണ്ട്. അഖിൽ ലൈലാസുരൻ ഛായാഗ്രഹണവും കണ്ണൻ മോഹൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. അങ്കിത് മേനോനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് ആദ്യ ദിവസമായ നാളെ വ്യാഴാഴ്ച കേരളത്തിൽ 290-ലധികം തിയേറ്ററാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 10 മണിയോടെയാണ്. അതേസമയം ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോയിൽ വമ്പൻ ട്രെൻഡിങ്ങും ബുക്കിങ്ങുമാണ് കാണിക്കുന്നത്. മണിക്കൂറിൽ 4000, 5000, 6000 ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ഇന്ന് വൈകുന്നേരം 5 മണി വരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 96 ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ കളക്ട് ചെയ്യുന്നത്. നിലവിൽ കേരളത്തിൽ ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,60,00,000 മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 2,10,00,000 മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 2 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിവിൻ പോളി നായകനായി B ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. സിനിമ 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 36,75,500 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 3,97,00,000 രൂപയാണ്. 7ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 30-35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 4,25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ 7 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5,80,00,000 റേഞ്ചിലാണ്. മാർച്ച് 19-ന് തിയേറ്ററിലെത്തി മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ചിത്രത്തിന്റെ 2ാമത്തെ ബുധനാഴ്ച കൂടിയായ 14 ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രം 13ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,17,00,000 രൂപയാണ്. അങ്ങനെ 46,37,00,000 രൂപയാണ് കേരളത്തിൽ ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 14ാം ദിവസം ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടിക്ക് മുകളിൽ തന്നെയാണ്. അങ്ങനെ 47,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 115,50,00,000 റേഞ്ചിലാണ്. മാർച്ച് 19-ന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനിഷ്മ അനിൽകുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ യൂത്ത് നേടിയെടുത്തിരിക്കുന്നത് 1,20,00,000 രൂപയാണ്. തമിഴ്നാട്ടിൽ 13 ദിവസം കൊണ്ട് 40,56,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കിട്ടിയിരിക്കുന്നത് 45,71,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $1.09 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 10,33,00,000 രൂപ. ടോട്ടൽ 56,04,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് 24,69,00,000 രൂപയാണ്. മാർച്ച് 19-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 13ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 16,41,00,000 രൂപയാണ് ദുരന്തർ 2 നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് കേരള ഷെയറായി 7,23,00,000 രൂപയും ലഭിച്ചിട്ടുണ്ട്. ദുരന്തർ 2-ന്റെ 13 ദിവസത്തെ തെലുങ്ക് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച ആന്ധ്ര തെലങ്കാന കളക്ഷനായി 2,19,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ 82,08,00,000 രൂപയാണ് ആന്ധ്ര തെലങ്കാന കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ഹിന്ദി സിനിമ അനിമൽ ആയിരുന്നു. 82,90,00,000 രൂപയായിരുന്നു ആദ്യ 14 ദിവസം കൊണ്ട് അനിമൽ തെലുങ്കിൽ നിന്ന് നേടിയെടുത്തിരുന്നത്. 14ാം ദിവസമായ ബുധനാഴ്ചയുടെ ദുരന്തർ 2 അനിമൽ നേടിയെടുത്ത തെലുങ്ക് കളക്ഷൻ റെക്കോർഡ് മറികടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള 13 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ദുരന്തർ 2 നേടിയെടുത്തത് 899,92,00,000 രൂപയാണ്. ഗ്രോസ് കളക്ഷൻ 1,077,41,00,000 രൂപയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 13 ദിവസം കൊണ്ട് 358 കോടി ഉൾപ്പെടെ 1,435,41,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ദുരന്തർ 2 ഇന്നലെ വരെ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വാഴ 2 ഉൾപ്പെടെ പുതിയ സിനിമകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളെക്കുറിച്ചും ഈ വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.